റസൂല് പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ മഴത്തുള്ളി ഇറങ്ങുന്നത് പോലെ ബർക്കത്ത് അവന്റെ വീട്ടിൽ ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അങ്ങനെയുള്ള വീടായി സ്വീകരിക്കുമാറാകട്ടെ. 1 പറഞ്ഞുതരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരുടെ ഭവനത്തിൽ അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക, 4 കാര്യം അവന്റെ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്ത് ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനെ വളർത്തിയ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടോ ആ സാധനം? ഒന്ന് കൈവക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ. 5-6 പേരുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാന്റെ റസൂല് പറയുന്ന, ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ TV ഉണ്ടോ? കൈവെക്കണോന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് നാറാൻ വയ്യ. അതെന്താ? നിങ്ങളെല്ലാം പൊക്കൊന്നറിയാം. നല്ലത് വാങ്ങിച്ചു വയ്യുപ്പ. എന്തിനാ? നല്ലത് വാങ്ങിച്ചു വയ്യും. ആവശ്യമില്ലാത്തത് മേടിച്ചു വെക്കല്ലേ. നിനക്കറിയാലോ TV കാണുന്നത് നല്ലതല്ല. ഏതെങ്കിലും ഒരു കിതാബിലോ ഏതെങ്കിലും ഒരു ചെറിയ പുസ്തകത്തിലെങ്കിലും TV കാണാൻ അനുവദനീയാണെന്ന് കാണിച്ചു തരാൻ പറ്റൂ? നമ്മൾ പറയും, ഉസ്താദെ വാർത്ത കാണാനല്ലേന്ന്. വാർത്തയുടെ ഇടയിൽ പരസ്യം വരുമ്പോൾ നീ കണ്ണു കെട്ടിയിരിക്കുക. എത്രയൊക്കെ പറഞ്ഞാലും ഉസ്താദന്മാരൊക്കെ തലകുത്തി നിന്ന് നിങ്ങൾ ഖുർആനോ ഹദീസോ നോക്കിയാലും അത് കാണൽ അനുവദനീയമാണെന്നുള്ള ഒരു ഹദീസ് പോലും കിട്ടൂല. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞത്, ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നു അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. വയലും നിങ്ങൾ ചിരിക്കും, ഇയാൾ എന്തേടാ ആടും കോഴിയൊക്കെ? ഇതൊക്കെ തന്നെ മക്കളെ വയല് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ട് ഈ ഇവിടെ കിടക്കണം, നിനക്കെന്ത് മനസ്സിലാവുന്നില്ല. മടങ്ങി പോകുമ്പോ എന്തെങ്കിലും വേണം. ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോഴിയെ പിന്നെ എന്തായാലും വളർത്തുണ്ടെന്നറിയാം. ഉസ്താദെ പൂവൻ കോഴിയാണോ പിടക്കോഴിയാണോ എന്ന് എന്നോട് ചോദിക്കരുത്, അതെനിക്കറിയില്ല. ഹദീസിൽ അങ്ങനെ പുന്ന കോഴിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കോഴിയെ വീട്ടിൽ വളർത്തണം. കോഴിയുടെ സ്വഭാവം ഇല്ലാതിരുന്നാൽ മതി. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ചിലർക്ക് ഇപ്പോഴും കോഴിയുടെ സ്വഭാവമാണ്. പ്രശ്നം മക്കളെയും കെട്ടിച്ച് മക്കളുടെ മക്കളും ആയി, എന്നാലും വാപ്പ ഇപ്പോഴും വേലി ചാടി നടക്കുന്നവരുണ്ട്. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. പഞ്ചായത്ത് പോലെ ഓടി നടക്കണ ചെറുപ്പക്കാരുണ്ട്. എത്ര കാമുകിമാരുണ്ട്. പടച്ചനെ വാട്സപ്പിലൊക്കെ നോക്കിയാൽ നിരത്തി ഇങ്ങനെ ഫോൾ കോളല്ലേ ഇത്രയൊക്കെ. ഞാൻ ചെറുപ്പക്കാരെ ഒന്നും പറയൂല, പറയേണ്ടത് മാതാപിതാക്കൾ. അള്ളാന്റെ റസൂല് പറഞ്ഞു, 3 കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് ചെറുപ്പക്കാരിരിപ്പുണ്ട്, വാപ്പമാരിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞുതരാം. 3 കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കല്ലോ. 1, നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ നിസ്കരിച്ചോണം. നിസ്കരിക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്തേക്കണം? അപ്പോൾ തന്നെ നിസ്കരിക്കണം. പിന്നെ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂല. അനുഭവം നിങ്ങൾ നോക്കിയാൽ മതി. സുബൈ കിടന്നുറങ്ങാ, വാപ്പ വിളിക്കും, മോനെ പള്ളിയിപ്പാ. ഭാര്യ ഒരു 5 മിനിറ്റും കൂടെ, 45 ഇക്കാമത്ത്, പടച്ചനെ ഇനിയുണ്ട് സമയം, ഒരു 5 മിനിറ്റ്. കണ്ണ് തുറക്കുമ്പോൾ പിന്നെ 7 മണിയായിട്ടുണ്ടാവും. കടയിലിരിക്കുക, ഒരാൾ വന്ന് സമയമുണ്ടല്ലോ, അസർ വരെ സമയമുണ്ട്, പിന്നെ നിസ്കരിക്കാം. നടക്കൂല ഉപ്പ. നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം നിസ്കരിച്ചോണം, ഇല്ലെങ്കിൽ അത് മുടങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2, വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. അവൻ വരട്ടെ ഇവൻ വരട്ടെ. ചില വീട്ടിലൊക്കെ ആണെങ്കിൽ പടച്ചനെ ഉസ്താദ് പോയി നിന്ന് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, കഫം നിൽക്കും. ഒരാളും കൂടെ അങ്ങനെ അങ്ങ് നിൽക്കും. മയ്യത്ത് കയറ്റി പള്ളി വെച്ച് നിസ്കരിക്കാൻ ഒതു എടുത്തോണ്ടിരിക്കണല്ലോ. ആ വരുന്നു. ഒരുത്തിന് കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. കാരണം എന്തേ? വാപ്പ അവിടെ കിടന്ന് പറയുന്നത്, എടാ മോനെ, എന്നെ ഒന്ന് സ്വർഗത്തിൽ വിടടാ, എന്തിനാടാ എന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണേ? നല്ല മനുഷ്യന്മാര് പറയണ എന്താടാ, എന്നോടൊരു കരുണയെങ്കിലും കാണിക്ക്, സ്വർഗത്തിൽ പോകുന്നതിനെ തൊട്ട് എന്നെ തടഞ്ഞു വെച്ചേക്കുന്നില്ല, ഒന്ന് വിടടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, വീട്ടിൽ ആരെങ്കിലും മരിച്ചാ കാണിക്കേണ്ടവരെ കാണിച്ച് പെട്ടെന്ന് കൊണ്ട് കബറടക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, ഈ സദസ്സിലിരിക്കണം മക്കളുള്ള എല്ലാ ഉപ്പയും ഉമ്മയും കേട്ടോ. അള്ളാഹിന്റെ റസൂല് പറയാ, നിന്റെ മക്കൾക്ക് പെണ്ണ് കെട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കല്ലേ, കെട്ടിച്ചു വിടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കൾക്ക് പ്രായപൂർത്തിയായി. വാപ്പാനോട് ചോദിക്കും, മോൻ ഇങ്ങനെ റോഡിന്റെ ഓരത്തും അവിടെ ഇവിടെയൊക്കെ ഇരിക്കണം, അത്തി ഉസ്താദ് വെച്ച് കാക്ക ഒന്ന് കെട്ടി. ഉസ്താദെ പക്വത എത്തിയില്ല ഉസ്താദ്, എൻ്റെ മോന് പക്വത എത്തിയില്ല.
വല്ലവളുടെയും കിടപ്പറയുന്ന നാട്ടുകാർ പിടിച്ചിറക്കുമ്പോൾ പക്വത എത്തിയെന്ന് മനസ്സിലാവും വാപ്പായ്ക്ക്. പെമ്മക്കളൊക്കെ വളർന്നു, കെട്ടിക്കുന്നില്ല. അയ്യോ എമ്മക്കാരെ ഒരു 5 വർഷം കഴിയട്ടെ, ഡിഗ്രി ഒന്ന് പൂർത്തിയാക്കട്ടെ എന്ന് അവസാനം വയറ്റിൽ വെച്ച് പൂർത്തിയായിക്കൊണ്ട് വരുമ്പോഴേ പഠിക്കത്തുള്ളൂ. കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ നല്ല കാലത്ത് കെട്ടിയില്ലേ ഉപ്പ, മക്കളുടെ വിഷയം വന്നപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ? അന്ന് 17, 18, 25 ഇല്ലായിരുന്നല്ലോ. നിങ്ങളൊക്കെ നല്ല ജീവിച്ചില്ലേ? 18 വയസ്സിൽ കെട്ടിക്കണമെന്ന് ഞാൻ പറയണില്ല, 10, 20 ആയാലെങ്കിലും ഒന്ന് കെട്ടിച്ച് വിട്ടുകൂടെ? മക്കൾ വഴിതെറ്റാ എന്തിനാ അവസരം ഉണ്ടായി കിടക്കണേ? ചെറുപ്പക്കാരൊക്കെ പറയും, ഉസ്താദെ എൻ്റെ വാപ്പാൻ്റെ ഇടയ്ക്ക് ഈ ഹദീസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? കാരണം എന്തേ, മക്കൾക്ക് പറയാൻ പറ്റുമോ ഒന്ന് കെട്ടിച്ചു വിടാൻ? എന്നാ മനസ്സിലാക്കും. അതുമില്ല. അള്ളാന്റെ റസൂല് പറയുന്നു, മക്കൾക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം കണ്ടു തുടങ്ങിയ അവരെ നീ കെട്ടിച്ചു വിടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞത്, വീട്ടിൽ കോഴിയെ വളർത്തിയ ബറക്കത്തിറങ്ങും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോഴിയെ കൊണ്ട് നിട്ടണ ഒരു നേട്ടം ഞാൻ പറയാം. ഈ കണ്ണീർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പടച്ചനെ ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റിക്കളയും. നല്ല കച്ചവടമൊക്കെ ഉള്ള കടയൊക്കെ എത്ര പെട്ടെന്നാ പൂട്ടി പോണേ. ഇല്ല, വീടിന്റെ മുന്നിലൊക്കെ നല്ല വാഴയും തെങ്ങൊക്കെ നിൽക്കുക. ചില ആൾക്കാരിങ്ങനെ, എന്താ ഈ കൊല പടച്ചനെ, എന്താപ്പാ, നിന്ന നിപ്പിന് ഒടിഞ്ഞു വീണു പോകും ചില ആൾക്കാർ പറയും. ചിലത് കരിഞ്ഞു പോകും ആൾക്കാർ. അള്ളാഹു, ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന കാക്കണ്ട്. അതിന്റെ വീട്ടിൽ നല്ലൊരു തെങ്ങ്, ബസ് സ്റ്റോപ്പിലാ വീട്. ഈ ചുമന്ന തെങ്ങ് നല്ല കാണാൻ രസവാ. പ്രശ്നം ആരോ ഒന്ന് പറഞ്ഞതാ, പിന്നെ ഒരിക്കൽ പോയപ്പോൾ കാണാനേ ഇല്ല, കരിഞ്ഞുപോയി. ചില ആൾക്കാരെങ്ങനെ പറഞ്ഞ അറം പറ്റിക്കളയും. അത് അവരുടെ കണ്ണിന്റെ കുഴപ്പമോ നാവിന്റെ കുഴപ്പമൊന്നും അല്ല. അതൊക്കെ അള്ളാഹുവിന്റെ ഒരു തീരുമാനം. നീ വീട്ടിൽ കോഴിയെ വളർത്തിയ നിന്റെ അയൽവാസി എത്ര പ്രാവിയാലും എത്ര കണ്ണേറിട്ടാലും അത് ഭരിക്കൂല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, ഈ ഇരിക്കണ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആട്ടുകല്ലുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ അറിയില്ല? എന്താപ്പാ, ഈ മിക്സിയുടെ ജോലി ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ. അല്ലാഹു, എന്ത് കല്ലായാലും എനിക്കറിയില്ലപ്പ. ഞാൻ പറഞ്ഞിട്ട് അവസാനം എന്തെങ്കിലും പറഞ്ഞ വെറുതെ എന്തിനാ? എന്തായാലും മനസ്സിലായല്ലോ. മിക്സിയുടെ ജോലി ചെയ്യും. പണ്ട് പച്ചരിയൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ അകത്തിട്ട് ഉമ്മമാരിങ്ങനെ അരച്ചിട്ട് നമുക്ക് അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കി തരുന്നൊരു കാലുണ്ടായിരുന്നു. ഇന്നത് നമ്മുടെ വീട്ടിലില്ല. അത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്തേ? ഇത്തിരി പണം കൂടി 2 നില വീടായി. അപ്പം നിനക്കതൊക്കെ മോശമായി തുടങ്ങി. വന്ന വഴി മറന്നു. പണ്ട് ഒരു കൂരയ്ക്കകത്ത് പട്ടിണി കിടന്നൊരു കാലുണ്ടായിരുന്നു വാപ്പ നിങ്ങൾക്കൊക്കെ. ഇന്നിത്തിരി ഗൾഫിന്റെ പണം കിട്ടിയപ്പോൾ മറ്റുള്ളതെല്ലാം നീ മറന്നുപോയി. ആരുടെ വീട്ടിൽ ആട്ടുകല്ലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് വീട്ടിൽ പോയി നോക്ക്. ഇന്ന് വീട്ടിൽ പോയിട്ട് അടുക്കളയിൽ കയറിയിട്ട് നോക്കുക. അപ്പൊ അങ്ങനെ ഒരു സാധനം കണ്ടാൽ നിങ്ങൾ രാജാക്കന്മാരാ. അങ്ങനെ ഒരു വസ്തു, ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി. നിങ്ങളുടെ പെണ്ണുപിള്ളമാർക്കൊക്കെ ഇപ്പൊ വലിയ അവർക്കൊന്നും പറ്റൂല. കരണ്ടിനകത്താ ഇപ്പം ചോറ് വെക്കണേ. പെണ്ണുങ്ങളൊക്കെ കരണ്ടിനകത്തല്ലേ വെക്കണത്. വർച്ചനെ ചട്ടിക്കകത്ത് വെക്കാൻ പറ്റുമോ? എവിടെ ഇല്ലേ? അല്ലാഹു